ദൈവത്തിന് സ്തോത്രം. ബിബ്ലിക്കൽ TV എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ കർത്താവിന്റെ വചനവുമായി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചനം കർത്താവായ യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷ നടത്തിയതായ വേളയിൽ പലയിടങ്ങളിലായിട്ട് പുരുഷാരും ശിഷ്യന്മാരും ഒരുമിച്ച് സഞ്ചരിച്ചിടത്തൊക്കെയും ഉപമകളായി സംസാരിച്ചു എന്ന് നാം തിരുവെഴുത്തിനകത്ത് വായിക്കുന്നുവല്ലോ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ ഒരു ഉപമയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം തിരുവചനത്തിൽ നിന്ന് ആമേൻ ചിന്തിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഭാഗത്ത് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ഈ ഭാഗത്ത് സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ എന്റെ കർത്താവ് മുന്തിരിവള്ളിയല്ല, ഒരു ഉപമയായിട്ടാണ് ആ ഭാഗത്ത് പറയുന്നത്. ഈ പല ഉപമകളും പല ഭാഗങ്ങളിൽ നമ്മൾ കേൾക്കപ്പെടുമ്പോൾ ഈ ഉപമ എന്തിനു പറഞ്ഞു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഉപമയെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ ഒരു ഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് പറയപ്പെടുന്നത് ആമേൻ ദൈവത്തിന് സ്തോത്രം മത്തായി എഴുതിയതായ സുവിശേഷം അതിന്റെ 13-ാം അധ്യായത്തിൽ ആമേൻ 10 മുതലുള്ള വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. അത് പുരുഷാരവും ശിഷ്യന്മാരുമായിട്ട് ഉണ്ടായിരുന്ന ഒരു ഭാഗത്ത് നടന്നൊരു സംഭവത്തെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 10-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നുണ്ട്. പിന്നെ ശിഷ്യന്മാർ അടുക്കെ വന്ന്, ഈ പിന്നെ ശിഷ്യന്മാർ അടുക്കെ വന്നെന്ന് പറയുന്നത് അതിനു മുമ്പ് പുരുഷാരം കൂടെ ഉണ്ടായിരുന്നു. പുരുഷാരം ഉണ്ടായിരുന്നപ്പോൾ സംഭവിച്ച കാര്യത്തിന് ആസ്പദമായി ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ ശിഷ്യന്മാർ അടുക്കെ വന്ന് അവൻ അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അതായത് ഈ ഉപമകളൊക്കെയും പലയിടങ്ങളിലൊക്കെയും പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഉപമകളായി സംസാരിച്ചു എന്ന് യേശുവിനോട് തന്നെ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, അതിനുള്ള മറുപടി കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്: സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അതായത് ശിഷ്യന്മാർക്ക് വരം ലഭിച്ചിട്ടുണ്ട്. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഒരു മർമ്മം അവൻ വെളിപ്പെട്ട് ശിഷ്യന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ആർക്കാന്ന് ചോദിച്ചാൽ പുരുഷാരത്തിന് ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോ അവനുള്ളതും കൂടെ എടുത്തു കളയും. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിച്ചു. അപ്പൊ ഉപമ എന്തിനാണ് പറഞ്ഞു എന്നുള്ളതിനൊരു മറുപടി നാം തിരുവെഴുത്തിൽ നിന്ന് തന്നെ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവ് സ്വർഗരാജ്യത്തിലുള്ള മർമ്മങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ പൊരുളുകൾ ആഗ്രഹിക്കുന്നവർക്ക് അധികമായി വിവരിച്ചു തരുന്നു എന്നാണ് ഈ ഉപമകളായി സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഉപമ എന്തിനു പറഞ്ഞു എന്നുള്ളതായ ക്വസ്റ്റ്യന് ഒരു മറുപടിയായിട്ടാണ് യേശു കർത്താവ് അനേക ഇടങ്ങളിൽ അനേക ഉപമകൾ, വിത്തിന്റെ ഉപമ പറഞ്ഞിട്ടുണ്ട്. പല ഉപമകളെ കുറിച്ച് നമുക്ക് സ്വർഗരാജ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിലുള്ള ഒരു ഉപമയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത്. ഉപമ എന്തിന് എന്നുള്ളത് നാം പഠിച്ചു. എന്നാൽ ഈ ഉപമ ആർക്കാണ് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്? പുതിയ നിയമത്തിൽ നമുക്കൊരു വാക്യം കേൾക്കുവാനിടയായി. 1 കൊരിന്ത്യർക്ക് എഴുതിയതായ ലേഖനം അതിന്റെ 4-ാം അധ്യായം 1-ഉം 2-ഉം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ. ശുശ്രൂഷ ചെയ്യുന്നവർ ദൈവമർമ്മങ്ങൾ പൊരുള് തിരിക്കുന്ന ഗ്രഹവിചാരകന്മാർ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. അപ്പൊ ആ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു:
ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകരും ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ദൈവസഭകളിൽ ആക്കി വച്ചിരിക്കുന്നതായ ശുശ്രൂഷകരുടെ കരങ്ങളിൽ ദൈവ മർമ്മങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഗ്രഹവിചാരകത്വം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവരിൽ നിന്നുകൊണ്ട് നാം കേൾക്കുന്നത് ഈ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പൊരുളു തിരിക്കുവാൻ, അവരിൽ നിന്ന് കേൾക്കുന്ന ദൈവവചനങ്ങൾ നമുക്കിടയായി തീരുവാനായിട്ടിടയായിത്തീരും. ഇനി നാം എടുത്തതായ കുറിവാക്യത്തിലേക്ക് കടക്കാം. ഉപമ എന്തിനാണ്, അത് ആരുടെ കയ്യിൽ പൊരുളി തിരിപ്പാൻ കൊടുത്തിരിക്കുന്നു എന്നൊക്കെ നാം ദൈവവചനത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ടിടയായി തീർന്നു. ഇനി ആ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും. ഇത് പരസ്യ ശുശ്രൂഷ വേളയിൽ യേശു കർത്താവ് തന്നെ പറയുന്ന ഒരു വാക്കാണ്. അപ്പൊ സാക്ഷാൽ എന്ന് പറഞ്ഞാൽ അതവിടെ ഒരു ഉറപ്പിനെ തന്നെയാണ് നാം കാണുവാനായിട്ടിടയായി തീരുന്നത്. ഒരു ഉറപ്പിക്കപ്പെട്ട ഒരു വാക്കാണ് സാക്ഷാൽ. ഉറപ്പ്, ഇതിലപ്പുറമായിട്ടൊന്നുമില്ല. ഞാൻ സാക്ഷാൽ എന്ന് പറഞ്ഞാൽ അതിലപ്പുറമായിട്ട് മറ്റൊന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അതായത് ഒരു മുന്തിരിവള്ളി എന്ന് പറയപ്പെടുന്നത് യേശു കർത്താവിനോട് ഉപമിച്ച് പറയുകയാണ്. എന്നാൽ അത് നട്ടിരിക്കുന്ന തോട്ടത്തിന്റെ ഉടമസ്ഥൻ യഹോവയായ ദൈവം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. അതായത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരൻ. ഇനി ഈ തോട്ടക്കാരൻ ചെയ്യുന്നതായ ചില ജോലികളെ കുറിച്ച് നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ വായിപ്പാനായിട്ട് കഴിയും. 5-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയപ്പെടുന്നു. 5-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത് വാക്യം, അവൻ അതിന് വേലി കെട്ടി. യഹോവയായ ദൈവം തോട്ടക്കാരനാണെന്ന് നാം കേൾക്കപ്പെടുന്നുണ്ട്. ആ യഹോവയായ ദൈവം ചെയ്യുന്നതായ ചില കാര്യങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് പകലിൽ ചിന്തിക്കുന്നത്. അവൻ അതിന് വേലി കെട്ടി, അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതില് നല്ല വക മുന്തിരിവള്ളി നട്ടു. ഈ മുന്തിരിവള്ളിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യഹോവയായ ദൈവം തോട്ടക്കാരനാണ്. അതായത് തോട്ടത്തിന്റെ ഉടമസ്ഥ അവകാശം യഹോവയുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്റെ യഹോവ ചെയ്യുന്നതായ ചില കാര്യങ്ങളാണ്. ആദ്യം വേലി കെട്ടി, പിന്നെ കല്ല് പെറുക്കിക്കളഞ്ഞു, പിന്നെ നല്ല വക മുന്തിരിവള്ളിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്കായിട്ട് തന്നു. ഇതിന്റെ ഭാഗത്ത് നിന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ വേലി കെട്ടിയതിനുമായി നിഴലോടനുബന്ധിച്ച് നമുക്ക് ചിന്തിച്ചാൽ മറിയയെ നമുക്ക് കാണാനായിട്ട് കഴിയും. മറിയയുടെ ഉദരത്തിനകത്ത് വേലി പൊതിഞ്ഞാണ് ക്രിസ്തുവിനെ നമുക്ക് തരാനായി ഇടയായി തീർന്നത്. അതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. അത് ആ നിഴലായി നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയപ്പെടുന്നുണ്ട്. യഹോവയായ ദൈവം ഒരു വേലി കെട്ടിയത് മറിയയുടെ ശരീരത്തിനകത്താണ്. അതിന്റെ ഉള്ളറകൾക്കകത്ത് പരിശുദ്ധാത്മാവ് നിഴലിട്ടപ്പോഴാണ് നമുക്ക് യേശു കർത്താവിനെ ലഭിക്കാൻ ഇടയായി തീർന്നത്. ഈ കല്ല് പറക്കി കളഞ്ഞതുമായി സംബന്ധിച്ച് നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ മറിയയോട് ഇപ്രകാരം പറയുന്നുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവളോട് പറയുന്നു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുന്ന വാഗ്ദത്തം കേൾക്കപ്പെടുമ്പോൾ അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? അതൊരു കല്ലാണ്. അവളുടെ ഉള്ളിൽ കിടന്നൊരു വിഷമവും ആ ഒരു കല്ലാണ്. കർത്താവ് ദൂതനിൽ കൂടെ തിരിച്ചു പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, അങ്ങനെ ഒരു വിശുദ്ധ പ്രജ ഉണ്ടാകുമെന്ന് അവിടെ നമുക്ക് കാണാനായി കഴിയും. അങ്ങനെ ആ പറഞ്ഞ് അവളുടെ ഉള്ളിൽ കിടന്ന കല്ലിനെ കർത്താവ് നീക്കം ചെയ്തു. യഹോവയായ ദൈവം തോട്ടത്തിന് വേലി കെട്ടി കല്ല് പറക്കി കളഞ്ഞു. ഇനി യോസേഫിന്റെ ഉള്ളിൽ നിന്ന് ആ കല്ല് എങ്ങനെയാണ് നീക്കം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. യോസേഫ് നീതിമാനാകൊണ്ടും യോസെഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സിലായിക കൊണ്ടും രഹസ്യമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു എന്ന് പറയുന്നുണ്ട്. അത് അവന്റെ ഉള്ളിനകത്ത് ഉണ്ടായതായ ഒരു കല്ലാണ്. അതെന്റെ കർത്താവ് ദൂതൻ മുഖാന്തരം സ്വപ്നത്തിൽ കാട്ടിക്കൊടുത്തിട്ട് പറയുകയാണ്, നീ വിവാഹം കഴിക്കാനിരിക്കുന്ന സ്ത്രീ യെക്കുറിച്ച് നീ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ്. അങ്ങനെ ആ കല്ലും പറക്കിക്കളഞ്ഞു.
അതിന് ശേഷമാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവളുടെ മേൽ നിഴലിടുകയും യേശുക്രിസ്തു എന്ന വിശുദ്ധ പ്രജ അവളുടെ ഉള്ളറക്കകത്ത് ആമൻ ഉടലെടുക്കുവാനും തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോൾ നാം ആ വാക്യത്തിൽ നോക്കുമ്പോൾ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. മുന്തിരിവള്ളിയായ ക്രിസ്തു പറയുകയാണ്, യഹോവയായ ദൈവമാണ് എന്റെ തോട്ടക്കാരൻ. അതിനകത്തുള്ള കല്ലുകളെ അവൻ പറക്കിക്കളഞ്ഞ് എനിക്കൊരു സുരക്ഷിതത്വത്തിനായിട്ടൊരു വേലിയെ കെട്ടി അതിനകത്താണ് എന്നെ നല്ല വക മുന്തിരിവള്ളിയായി നട്ടു എന്ന് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ക്രിസ്തുവിനെ തന്ന എന്റെ കർത്താവായ ദൈവത്തിന് ഇതിനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്ന് ആമേൻ ലേഖന ഭാഗങ്ങളിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലേഖകൻ പറയപ്പെടുന്നത്, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ നടുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടാണ് നട്ടതെങ്കിൽ നമ്മെ കുറിച്ചും എന്തെല്ലാം കരുതലോടുകൂടിയാണ് നമ്മുടെ യഹോവയായ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ ബോധ്യം നല്ലതുപോലെ നാം മനസ്സിലാക്കുവാനായിട്ട് കഴിയുമെങ്കിൽ ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചതുപോലെ ജീവിച്ച് മുമ്പിലോട്ട് വിശുദ്ധ ജീവിതം നയിച്ചു മാതൃകയോടുകൂടെ ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി നാമുമായിത്തീരുമെങ്കിൽ എന്റെ കർത്താവിൽ മാനിക്കപ്പെടുവാൻ ദൈവം നമ്മളെയും ഇടവരുത്തുവാൻ ഇടയായിത്തീരും. അപ്പൊ ആ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലായി സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും എന്നുള്ള ഭാഗം നാം മനസ്സിലാക്കുവാൻ ഇടയായി. അടുത്ത വാക്യത്തിലെ എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നത് ഒക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെത്തി വെടിപ്പാക്കുന്നു എന്നവിടെ കാണുവാനായി കഴിയും. അതായത് ഈ വാക്യത്തിൽ നിന്ന് അതിന്റെ കറക്റ്റായ ഒരു ഭാഗം നാം പഠിക്കുമ്പോൾ ഒരു മുന്തിരിയെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മുന്തിരി എന്ന് ഇന്ന് നാം കാണപ്പെടുന്നത് ഫ്രൂട്ട്സ് കടകളിലൊക്കെ കാണപ്പെടുന്ന ഗ്രേപ്സ് എന്നറിയപ്പെടുന്ന വർഗത്തിൽപ്പെട്ട മുന്തിരിയാണ് ഇവിടെ ഉപമകളായി കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം നാട്ടിൻ പ്രദേശങ്ങളിൽ മറ്റൊരു മുന്തിരിയെ നമുക്ക് പ്ലാന്റ് ആയിട്ട് അതിന്റെ ട്രീ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു വള്ളിയുമാണ്. ഈ യേശു കർത്താവ് പറയുന്ന ഉപമയിൽ വള്ളിയിൽ കായ്ക്കുന്ന മുന്തിരിയെ കുറിച്ചാണ് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയപ്പെടുന്നത്. അത് കടകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ചില നാടുകളിൽ അത് വളർത്തി അത് പടർത്തി അതിൽ കൂടെ ഫ്രൂട്ട്സുകൾ എടുത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ വ്യക്തമായ പല നിലപാടിൽ ഞാൻ ഇന്ന് പകൽക്കാലം ഈ വചനം ഇവിടെ പറയപ്പെടുമ്പോൾ വ്യക്തമായി ആ മുന്തിരി വള്ളിയിൽ എങ്ങനെയാണ് ക്രിസ്തു ഉപമ സാക്ഷീകരിച്ചു എന്നുള്ള ഭാഗമാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു മുന്തിരിയുടെ നല്ലൊരു വള്ളി എടുത്തിട്ടാണ് നാം തോട്ടത്തിനകത്ത് കിളച്ചു നടപ്പെടുന്നത്. ആ വള്ളിയാണ് ക്രിസ്തുവിനോട് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ആ അത് നട്ടിരിക്കുന്ന തോട്ടത്തിന്റെ ഉടമസ്ഥാവകാശം യഹോവയായ ദൈവത്തിനുള്ളതാണ്. ആ കിളച്ചു വൃത്തിയാക്കിയെടുത്ത തോട്ടത്തിനകത്ത് ഉടമസ്ഥനായവൻ നട്ടതാണ് ക്രിസ്തു യേശുവിനെ, അതായത് ഒരു മുന്തിരി വള്ളിയെ. ഈ മുന്തിരിയുടെ വള്ളി നല്ലത് നോക്കിയാണ് നടപ്പെടുന്നത്. അപ്പൊ വള്ളി യേശു കർത്താവും തോട്ടത്തിന്റെ ഉടമസ്ഥൻ യഹോവയുമാണെങ്കിൽ ഇതിന്റെ ബ്രാഞ്ചുകളായി കൊമ്പുകളായി പുറത്തോട്ട് വരപ്പെടുന്ന ഭാഗത്തിൽ കൊമ്പുകൾ നമ്മളാണെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരമാ പറയുന്നത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഈ മുന്തിരിയുടെ വള്ളിയിൽ ശിഖരമായി പുറത്തോട്ട് പൊട്ടിമുളയ്ക്കപ്പെടുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും എന്നത്. മുന്തിരിവള്ളി ഇല്ലാതെ നമ്മളില്ല എന്ന് ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തോട്ടക്കാരൻ യഹോവയാണ് എങ്കിൽ അതിനകത്ത് നട്ടിരിക്കുന്നത് യേശു കർത്താവിനെയാണ്. യേശു കർത്താവിന്റെ ശിഖരമായി പുറത്തോട്ട് ആ മുന്തിരിവള്ളിന്ന് പുറത്തോട്ട് വരുന്ന കൊമ്പുകളാണ് നാം ഓരോരുത്തരും എന്നുള്ളത്. അതായത് ഈ കൊമ്പ് അതിനകത്ത് വസിക്കാതെ ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് ഈ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പാനായിട്ട് കഴിയും. ഇതിനു മുമ്പിലോട്ട് നമുക്ക് പഠിക്കപ്പെടുമ്പോൾ ഇതിനകത്ത് കാണപ്പെടുന്ന ഒരു ഭാഗം എങ്ങനെയാണ്? പിതാവായ ദൈവം തോട്ടക്കാരനും യേശു കർത്താവ് മുന്തിരി വള്ളിയും ആണ് എങ്കിൽ ഇതിനകത്ത് വരുന്ന ശിഖരങ്ങൾ മുഴുവനും അധികം ഫലം കായ്ക്കണമെന്നാണ് എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് അതുകൊണ്ടാണ് വേലി കെട്ടി കല്ല് പറക്കിക്കളഞ്ഞ് നല്ല ഉടമസ്ഥനായി കൃഷി വേല ചെയ്ത് അതിനകത്ത് മുന്തിരിവള്ളി നടുവാൻ ഇടയായി തീർന്നത്. ഇനി നമുക്ക് ആ മുന്തിരി വള്ളിയുടെ വളർച്ചയെ ഒന്ന് നോക്കാം. ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ
വായിക്കുവാനായിട്ട് കഴിയും. ഈ നട്ട മുന്തിരിവള്ളിയിൽ നിന്ന് ആമൻ മുകളിലോട്ട് വരുന്ന ഒരു ശിഖരം, ആ വള്ളി മുകളിലോട്ട് പടർന്നു വന്നിട്ട് ഏകദേശം നമ്മുടെ മനുഷ്യന്റെ ഹൈറ്റോളം എത്തിക്കഴിയപ്പെടുമ്പോൾ ഇതിന്റെ ഉടമസ്ഥൻ ആ ഹൈറ്റ് വരെ എത്തുവാൻ തന്നെ ഈ മുന്തിരിവള്ളി നട്ട് കഴിഞ്ഞാൽ അതിന്റെ കിളിർപ്പ് ആരംഭിച്ച് മുകളിലോട്ട് പൊങ്ങപ്പെടുന്ന സമയം മുതൽ അതിനെ ഒരു താങ്ങ് കൊടുത്ത് നാം വളർത്താറുണ്ട്. അത് ഒന്നാമത് അത് വള്ളിയായതുകൊണ്ടാണ്. അല്ലാതെ മരമായി കായ്ക്കുന്ന യാതൊന്നിനും നമ്മൾ അങ്ങനെ കമ്പ് വെച്ച് കൊട്ടിക്കൊടുക്കാറില്ല. അങ്ങനെയാണ് എങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശു കർത്താവിനെ വള്ളിയോട് ഉപമിച്ചിട്ടുണ്ട്. ഈ വള്ളി നട്ട് മുകളിലോട്ട് പോയി ഒരു പരുവം എത്തുമ്പോൾ വള്ളിയാകെ കൊണ്ട് കാറ്റിന്റെയും മഴയുടെയും പ്രതികൂലങ്ങൾ വരുമ്പോൾ മറഞ്ഞു വീഴുവാൻ സാധ്യതയുള്ളത് കൊണ്ട് നാം വള്ളി എന്നുള്ള വിഷയം സംബന്ധിച്ച് ഒരു കമ്പ് അതിന് താങ്ങായി കൊടുക്കാറുണ്ട്. യേശു കർത്താവ് മറിയയുടെ ഉള്ളിലാണ് ജനിച്ചത്. അവന്റെ ജനനശേഷം പലവരും യേശു കർത്താവിനെ യഹൂദന്മാരുടെ 2 വയസ്സിന് താഴെയുള്ളവരെയൊക്കെ കൊന്നുകളഞ്ഞ സന്ദർഭങ്ങളെല്ലാം നമുക്ക് സുവിശേഷത്തിൽ നാം വായിക്കാറുണ്ടല്ലോ. യേശു കർത്താവിന് പ്രതിസന്ധികൾ വന്നപ്പോൾ കൊണ്ട് മറിയയുമായി സഞ്ചരിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഓടിപ്പോകുവാനൊക്കെ സഹായകരമായി തീർന്നത് വീണുപോകാതെ, ആ വള്ളി നിലത്ത് വീണുപോകാതെ, ആ വള്ളി മണ്ണിൽ കെട്ടുപോകാതെ നിവർന്നു തന്നെ വളരുവാൻ സഹായിക്കുന്ന ഒരു ഊന്നുവടിയായി യോസേഫിനെയാണ് എന്റെ കർത്താവായ യഹോവ കണ്ടെത്തിയത്. അതുകൊണ്ടാണല്ലോ നീതിമാനാകൊണ്ടും ലോക അപവാദം വരുത്തുവാൻ മനസ്സിലായവ കൊണ്ടും അവൻ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു എന്ന് പറയുന്നത്. ഒരു നീതിമാനെ തന്നെ ക്രിസ്തുവിനെ വളർത്തുവാൻ ഒരു തൂണായി താങ്ങായി നിൽക്കുവാൻ തക്കവണ്ണം യോസേഫിനെ കർത്താവ് കൊടുക്കാനിടയായി. യേശു കർത്താവിന്റെ നല്ലൊരു വളർച്ചയുടെ ഘട്ടം വരെ യോസേഫ് അതൊരു താങ്ങായി തന്നെ യേശു കർത്താവിന് വേണ്ടി ഇരുന്നു. കർത്താവായ യേശുവും ആ പിതാവിന് കീഴ്പ്പെട്ടിരുന്നു എന്ന് നാം തിരുവഴുത്തിനകത്ത് വായിപ്പാനായിട്ട് ഇടയായി തീരുന്നുണ്ട്. നമ്മുടെ തലയുടെ ഏകദേശം ഒരല്പം കൂടെ പൊങ്ങുന്നത് വരെ ഈ മുന്തിരിവള്ളി ഹൈറ്റോടുകൂടെ വളരുവാൻ താങ്ങു കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം തോട്ടക്കാരനായ നമ്മൾ മുന്തിരിവള്ളിയെ നട്ടാൽ നാം ഉടമസ്ഥരാകുന്ന നമ്മൾ അതിന് പന്തലിടാറുണ്ട്. അത് നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുക കൊണ്ട് നാം അതിന് പന്തലിടാറുണ്ട്. ഈ പന്തൽ വളരെ വിദൂരതയിൽ പന്തലിടും. ഒരു വള്ളിയാ നിൽക്കുന്നതെന്ന് ഓർത്തിട്ട് ആരും പന്തലിന്റെ അളവ് കുറയ്ക്കാറില്ല, നല്ലതുപോലെ പന്തലിടാറുണ്ട്. ഈ വള്ളി ഒരു പരിധിവരെ വളരുന്നത് വരെ യേശു കർത്താവിന് താങ്ങായി യോസഫ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 33.5 വയസ്സ് വരെ യേശു കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചു. 30 വയസ്സോളം എത്തുന്നത് വരെ താങ്ങായി എന്റെ കർത്താവായ യേശുവിന് യോസഫ് എന്നുള്ളതായ തച്ചനായ വളർത്തപ്പൻ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പരസ്യ ശുശ്രൂഷയിലേക്ക് യേശു കർത്താവ് ഇറങ്ങുന്നതായ കാലഘട്ടത്തിൽ ആ പന്തലിൽ കൂടെ ആ ദേശം ഇന്ന് പരസ്യ ശുശ്രൂഷ ചെയ്തത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന സാക്ഷാൽ മുന്തിരിവള്ളിയുടെ അതേ അനുഭവത്തെ നമുക്ക് ഇവിടെ കാണാം. ഈ വള്ളി മുകളിലോട്ട് പൊങ്ങിയിട്ട് ഈ പന്തലിട്ട് കൊടുത്ത അനുഭവം പരസ്യ ശുശ്രൂഷ ചെയ്തതിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. സാക്ഷാൽ മുന്തിരിവള്ളി, ഇതാണ് നമ്മുടെ അടിസ്ഥാനം. അപ്പൊ സാക്ഷാൽ മുന്തിരിവള്ളിയാണോ എന്ന് നാം ചിന്തിക്കുമ്പോൾ ഈ മുന്തിരിവള്ളി ചുറ്റി ചുറ്റി വളരുകയല്ല, അതിന്റെ ഇടയ്ക്ക് ഒരു സ്പ്രിങ് പോലെ ചില ശാഖ പോലെ കാണപ്പെടുന്ന ഉറച്ചു നിൽക്കുവാൻ കഴിയുള്ളതായ ചിലത് ആ വള്ളിക്കകത്ത് നമുക്ക് കാണാൻ കഴിയും. ഇതിങ്ങനെ ഈ വള്ളിയോട് പറ്റിയിട്ട് പിടിച്ച് മുകളറ്റം വരെ എത്തിക്കഴിയുമ്പോൾ ആ യഹോവയായ ദൈവം ഇട്ടുകൊടുത്തതായ പന്തലിൽ കൂടെ പടർന്ന് പരസ്യ ശുശ്രൂഷ ചെയ്തതാണ്. രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും എന്റെ കർത്താവിന്റെ മുമ്പിൽ വന്നവരൊക്കെയും വിടുതൽ പ്രാപിക്കുകയും ചെയ്തത് അവിടെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയപ്പെടുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്ന ഒരുവനെ എന്റെ കർത്താവ് വെറുങ്കയോടെ വിടുകയില്ല. നാം അവന്റെ സന്നിധിയിലാണ് കടന്നു പോകുന്നതെങ്കിൽ രോഗത്തിന്റെ അവസ്ഥയിലാണോ നാം ആയിരിക്കുന്നത്? രോഗിക്ക് നല്ല വൈദ്യനാണ് എന്റെ കർത്താവ്. ഭൂതങ്ങൾക്ക് ബാധിച്ചവർക്ക് ഭൂതങ്ങളിൽ നിന്ന് വിടുതൽ കൊടുക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ നസ്രയനായ യേശു കർത്താവ്. ഇതൊക്കെയും പ്രാപിക്കുമ്പോഴും നാം അറിഞ്ഞിരിക്കുക, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാ മരിച്ചത്. ഒരിക്കലും രോഗത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാനോ
കർത്താവിന് മഹത്വം. ഭൂതങ്ങളിൽ നിന്ന് നമ്മെ വെടിവെക്കാനോ ഈ ലോകത്തിൽ ചില മാന്യതകളെ നമുക്ക് തരുവാനോ വേണ്ടിയിട്ടല്ല എന്ന് പ്രിയ ദൈവജനമേ നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ യേശു കർത്താവ് വെറും 3.5 വയസ്സ് 3.5 വർഷക്കാലം ചെയ്തു തീർത്തു. അതിനേക്കാൾ വലിയത് അത് കഴിഞ്ഞിട്ട് നടക്കുവാനായി ഇടയായിത്തീർന്നു. അതിനെ മാത്രം നാം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിലേക്ക് മുന്നോട്ട് കടന്നു പോകുവാനായിട്ട് കഴിയുമെങ്കിൽ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വീകരിച്ച് മുമ്പിലോട്ട് കടന്നു പോകുമെങ്കിൽ ആ ക്രൂശ് മരണത്തോടുകൂടെ നമുക്ക് ഏകിയതായ രക്ഷയുടെ അനുഭവം നമുക്ക് തിരിച്ചറിയുവാനായി ഇടയായിത്തീരും. അതിനെ നാം വലുതായിട്ട് കാണേണ്ടത് ആവശ്യം. ഈ 30 വയസ്സ് വരെ ഈ ഒറ്റത്തൂണിൽ യോസേഫിന്റെ തണലിൽ വളർന്നു വന്ന ക്രിസ്തു പിന്നെ യഹോവയായ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്തു. ഈ 3.5 വർഷം എന്ന് പറയപ്പെടുന്നത് ഈ മുന്തിരിവള്ളി മുകളിലോട്ട് പൊങ്ങി പന്തലിട്ട് കഴിഞ്ഞാൽ ഈ ഇലകളുടെ കണ്ണികളുടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു ഇല കഴിഞ്ഞാൽ അടുത്ത ഇലയുമായ ഒരു കണ്ണിയുടെ ഗ്യാപ്പ് 1 വർഷത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ദൈവം എനിക്ക് തന്ന ആത്മീയ വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വചനം പറയപ്പെടുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന വെളിപ്പാടുകൾ വ്യത്യസ്തമായിരിക്കാം. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവ് എനിക്ക് തന്ന ഈ ഉപമയുടെ വെളിപ്പാടാണ് ഞാൻ നിങ്ങളോട് പറയപ്പെടുന്നത്. ഈ ഒരു കണ്ണി കഴിഞ്ഞാൽ അടുത്ത ഇല ഇവിടെ വരും, അത് കഴിഞ്ഞാൽ അടുത്ത ഇല മുകളിലുണ്ട്. ഇങ്ങനെ 1 വർഷം 2 വർഷം എന്നിങ്ങനെ കണക്കാക്കി ഒരു 3 ഇല കഴിഞ്ഞ് അടുത്ത കണ്ണിയുടെ പകുതിയിലെത്തുമ്പോൾ തോട്ടക്കാരൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവിടെ വെച്ച് കണ്ടിക്കാറുണ്ട്. ഈ വള്ളിയായി വളരുന്ന ഏത് പ്ലാന്റും മുകളിലോട്ട് ചെന്ന് പന്തൽ വീഴുന്നതായ സ്ഥലത്ത് പന്തലിലേക്ക് ഒരു 3 കണ്ണി കഴിയപ്പെടുമ്പോൾ അതിനെ മുറിച്ചു വിടാറുണ്ട്. അതിന് പ്രൂണിങ് എന്ന് നാം കേൾക്കാറുമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ പ്രൂണിങ് വളരെ ഫേമസ് ആണല്ലോ, എല്ലാവർക്കും അതറിയുന്ന കാര്യം തന്നെയാണ്. അവിടെ വെച്ച് തോട്ടക്കാരനായ യേശു കർത്താവിനെ തോട്ടക്കാരനായ യഹോവയായ ദൈവം മുറിച്ചു. അതാണ് ക്രൂശ് മരണത്തിനായിട്ടിടയായിത്തീർന്നു. ഈ വള്ളി പൊങ്ങി ഈ പന്തലിലേക്ക് കടന്നു 3 വർഷം 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് എന്റെ കർത്താവ് മുന്നെ മുറിക്കപ്പെടുവാനിടയായി. ഈ മുറിയപ്പെട്ടത് കൊണ്ട് മാത്രം പ്രിയ ദൈവജനമേ യേശു ക്രിസ്തുവിൽ നാം ഓരോരുത്തരും ഇടമെടുക്കുവാനിടയായി തീർന്നത്. ഈ മുറിയപ്പെടുന്ന ഭാഗത്തിന് ശേഷം നിൽക്കുന്ന ഈ 3 കണ്ണികളുടെ ഇടയിൽ നിന്ന് ശിഖരങ്ങൾ പൊട്ടി വരുവാനിടയായിത്തീരും. ഒരിക്കലും അവിടെ വെച്ച വള്ളി മുറിഞ്ഞില്ല എങ്കിൽ ഒരു തീർപ്പ് മറ്റൊന്ന് ശാഖ ഉണ്ടാവുകയില്ല. അത് മാനുഷിക നിലവാരത്തിൽ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയുവാനായിട്ട് കഴിയും. ഈ ഏത് വള്ളിയെയും നാം മുറിച്ചു വിടുന്നത് അവിടെ നിന്ന് ശിഖരം പൊട്ടാനാ. അതാ പറയപ്പെടുന്നത് ആ 15-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. മുന്തിരിവള്ളി അവിടെ മുറിയപ്പെട്ടത് കൊണ്ടും ക്രൂശ് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ടും ഞാനാകുന്ന നിങ്ങളാകുന്ന ഓരോ കൊമ്പുകൾ അതിനകത്തുനിന്ന് പുറത്തു വരുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് ക്രിസ്തു ക്രൂശിൽ മരിച്ചത് കൊണ്ട് നാം ആത്മീയത്തിൽ ജനിക്കപ്പെടുവാനിടയായി തീർന്നത്. ഈ വചനത്തെ നാം ഓർക്കപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുവാനായിട്ടിടയായി തീരണം. ഈ കേൾക്കുന്നതായ വചനത്തിൽ നിന്നുകൊണ്ട് ഈ മർമ്മം ഒന്ന് ചിന്തിച്ചു നോക്കണം പ്രിയ ദൈവജനമേ. ആ 3.5 വർഷം കഴിഞ്ഞപ്പോൾ അത് മുറിയപ്പെടാതിരുന്നെങ്കിൽ നാം എവിടെ കിടക്കുമായിരുന്നു? പഴയ അനുഭവത്തിൽ നാം പണ്ട് കുടഞ്ഞ ചേറ്റിലല്ലയോ കിടന്നത്? നാശകരമായ കുഴിയിലല്ലയോ കിടന്നത്? നമ്മെ ഒന്ന് ചിന്തിച്ച് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയുവാനുള്ള മാന്യതയുണ്ടോ പ്രിയ ദൈവജനമേ? എന്തെങ്കിലും മാന്യത ഇന്ന് നിങ്ങളോ ഞാനോ പ്രാപിക്കുന്നു എങ്കിൽ ഈ ക്രിസ്തു മുറിയപ്പെട്ടത് കൊണ്ടല്ലേ? ഇല്ലാതെ നമുക്കൊന്നും പറയുവാനില്ല. ഇത് പ്രശംസിപ്പാൻ ഒന്നുമില്ല. പ്രശംസിപ്പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രൂശിനല്ലാതെ നമുക്ക് മറ്റൊരു പ്രശംസ ഇല്ല. നാം എന്തെങ്കിലും മാന്യത ഇന്ന് അനുഭവിക്കുന്നു എങ്കിൽ ആ ക്രിസ്തു മരിച്ചത് കൊണ്ടുള്ള മാന്യതയാണ് നാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ അനുഭവിക്കുന്ന മാന്യത അനുഭവിച്ചുള്ള തീരുവാനല്ല, ക്രൂശ് മരണത്തിലാൽ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ടെങ്കിൽ
ആ കഴുകി എന്ന് വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും, കഴുകൽ പ്രാപിച്ച നാം എല്ലാവരും കർത്താവ് നമുക്ക് സ്ഥലം ഒരുക്കാനാ പോയത്. മരണം കഴിഞ്ഞ് പുനരുത്ഥാനം വഴിയായി കർത്താവ് യഹോവയായ ദൈവത്തിന്റെ അടുക്കൽ പോയിരിക്കുക. ഇനി ഒരവസാനം നമുക്കുണ്ട്. നാം മരിച്ചാൽ അങ്ങനെ ക്രിസ്തുവിൽ നാം ഉയർത്തും. ഇല്ലാത്ത പക്ഷം കാഹളം തൊലിക്കുമ്പോൾ നമുക്ക് എടുക്കപ്പെടണം. എന്തിനു വേണ്ടിയില്ല? എന്റെ അപ്പനോട് കൂടെ എപ്പോഴും ഇരിപ്പാൻ, യഹോവയോട് കൂടെ, ക്രിസ്തുവിനോട് കൂടെ നമുക്ക് ഇരിപ്പാൻ. ഈ വചനങ്ങളിലാണ് ആശ്വസിപ്പാൻ ക്രിസ്തു നമുക്ക് മാതൃക തന്നിരിക്കുന്നത്. ലേഖകൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാം ആശ്വസിക്കേണ്ടത് എന്തില്ല? എന്റെ അപ്പനോട് കൂടെ എപ്പോഴും ഇരിപ്പാൻ കഴിയുന്ന ആ വചനത്തിൽ നാം ആശ്വസിപ്പാനായിട്ടിടയായി തീരണം. ഇങ്ങനെ മുറിയപ്പെട്ടു കർത്താവായ യേശു ക്രിസ്തു 33 വയസ്സിൽ മുറിയപ്പെട്ടു. 3 രാവും 3 പകലും കല്ലറയുടെ ഉള്ളിലിരിക്കുമെന്ന് പറഞ്ഞതുപോലെ യോന കടലാനയുടെ കടൽ മത്സ്യത്തിന്റെ ഉള്ളിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ ക്രിസ്തു ഇരിക്കുമെന്ന് പറഞ്ഞ് 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളറയിൽ ഇരുന്നിട്ട് കർത്താവ് പറഞ്ഞതുപോലെ സ്വർഗാരോപണം ചെയ്ത് പുറത്തു വരുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് പറഞ്ഞ വാക്ക് ക്രിസ്തു പാലിച്ച് 3 രാവും 3 പകല് ഭൂമിയുടെ ഉള്ളറയിൽ ഇരുന്നിട്ട് കല്ലറകളെ ചോദിച്ച് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥലം ഒരുക്കാനാ പോകുന്നത്. പോയിട്ട് ഞാൻ വന്ന് പിന്നെയും വന്ന് നിങ്ങളെ ചേർക്കുമെന്ന് പറഞ്ഞവൻ വരുവാരാതിരിക്കുമോ? വരിക തന്നെ ചെയ്യും. ആ വരവിന് വേണ്ടിയാ നാം കാത്തിരിക്കുന്നത് എങ്കിൽ അവൻ ഇനിയുള്ള കാലം അവൻ വിശുദ്ധിയെ തികച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ സന്ദേശത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. മുറിയപ്പെടുവാനിടയായി അതിൽ നിന്ന് കൊമ്പുകളായ നാം ഓരോരുത്തരും ജനിച്ചു. കായ്ക്കുന്നതൊക്കെയും അധികഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. എന്റെ കർത്താവ് നമ്മൾ ഓരോ കുറ്റങ്ങളും കുറവുകളും കണ്ട് കർത്താവ് വിചാരിക്കുന്ന അളവിൽ എന്റെ കർത്താവിന് എന്നിൽ നിന്നൊരു ഫലമില്ല എങ്കിൽ ഞാൻ എന്നെ തന്നെ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളിലും എന്റെ കർത്താവിന്റെ വചനം പറയുന്ന ഓരോ പ്രവർത്തികളിലും എനിക്ക് ചിന്തിപ്പാനോ ജീവിപ്പാനോ കാണുവാനോ കേൾക്കുവാനോ അതിൽ കൂടെ അനുഭവിപ്പാനോ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം എന്നിലില്ലെന്ന് അതിനർത്ഥം. ഞാൻ കണ്ണുകൊണ്ട് എന്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവളായിരിക്കണം. എന്റെ ചെവി കൊണ്ട് എന്റെ അപ്പനെ പ്രസാദിപ്പിക്കുന്നവളായിരിക്കണം. നാം എല്ലാത്തിനും തികവുള്ളവരല്ല. കർത്താവ് പറഞ്ഞതുപോലെ ക്രിസ്തു എന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കെന്നത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ. അങ്ങനെ എന്റെ കൈകൾ കൊണ്ട് എന്റെ അപ്പനെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയണം. എന്റെ കൈ ഫലം കായ്ക്കുന്നതാകണം, കണ്ണ് ഫലം കായ്ക്കുന്നതാകണം, ചെവി ഫലം കായ്ക്കുന്നതാണ്. ഹൃദയം കൊണ്ട് എന്റെ കർത്താവിന് ഫലം കായ്ക്കുന്നവളായി ഞാൻ ആയിത്തീരേണ്ടത് ആവശ്യം. എന്നാൽ എന്നിൽ എവിടെയും ഒരു കുറവ്, അവൻ ഫലം കായ്ക്കാൻ കഴിയാത്തൊരു അനുഭവം എന്നിൽ കണ്ടാൽ എന്റെ കർത്താവ് ആ ഭാഗത്തെ ചെത്തും. എങ്ങനെയാ ചെത്തുന്നത്? എനിക്കൊരു വേദന വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് ആലോചിക്കും, കർത്താവ് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി, എന്തുകൊണ്ടിതുണ്ടായി എന്ന് ചിന്തിക്കുമ്പോൾ എന്റെ കർത്താവ് പറയും, നിനക്ക് ഇന്ന ഭാഗത്ത് ഒരു ക്രമീകരണമുണ്ട്, ആ ഭാഗത്തേക്ക് നീ മടങ്ങി വരിക. നീ മടങ്ങി വന്നാൽ നിനക്കിതിനെ ഞാൻ തരും. എന്റെ കർത്താവ് പലയിടങ്ങളിലും അങ്ങനെയാ പറയുന്നത്. യഹോവ കറ്റനെ കുറിച്ച് പറയുന്നുണ്ട്. അവന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലത്തെ ഭാര്യയുള്ളത്. ഇങ്ങനെ ചില ഓപ്ഷനുകൾ അവിടെ വച്ചിരിക്കുന്നുണ്ട്. ചിലത് ചെയ്താൽ ചിലത് ലഭിക്കുമെന്ന്. അവൻ മാതാപിതാക്കളെ അനുസരിച്ചാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും എന്ന് പറയുന്നത് പോലെ ഞാൻ ചില ക്രമീകരണത്തിലേക്ക് വരാനാ ഒരു ചെത്ത് ദൈവം നമുക്ക് തരുന്നത്. ഈ ചെത്ത് ലഭിക്കപ്പെടുമ്പോൾ നാം ഒരിക്കൽ പോലും എന്റെ കർത്താവിനെ ദ്രോഹിച്ചു എന്നുള്ള ദോഷങ്ങളാൽ എന്റെ അപ്പൻ പരീക്ഷിക്കുന്നവനല്ലേ അല്ല. ഒരിക്കലും നമുക്ക് ദോഷം വരുവാൻ എന്റെ കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നമ്മളെ ചെത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഈ ചെത്ത് അല്പം വേദനിക്കുന്നതായിരുന്നാലും പിന്നത്തേതിൽ അധികം ഫലം കായ്പാൻ തക്കവണ്ണം ഇടയായി തീരും. എന്നാൽ ഫലം കായ്ക്കാത്തതിന് ദൈവം എന്ത് ചെയ്യും? അത് കൊമ്പ് വെട്ടി എന്റെ കർത്താവ് തീക്കകത്തിടും. അന്ത്യകാലഘട്ടത്തിൽ എന്റെ കർത്താവിന്റെ വരവ് കഴിഞ്ഞാൽ ആമൻ കർത്താവ് തനിക്കുള്ളവരെ മാറ്റിയതിനു ശേഷം ആമൻ മറ്റുള്ളത് ചേർത്ത് തീയിലിട്ട് കളയുമെന്ന് കർത്താവിന്റെ വചനത്തിൽ നാം വായിക്കാറുണ്ട്. ഏത് ഫലമാണ് നമ്മൾ വേണ്ടി പുറത്തു വരേണ്ടിയത്?
അപ്പൊ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് നാം പഠിച്ചു. ഏത് ഫലമാണ് നമ്മൾ ഉണ്ടാകേണ്ടത്? ഗലാത്യ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഇത്രയും ഫലങ്ങൾ നമ്മിലുണ്ട് എങ്കിൽ നാം എന്റെ കർത്താവിനും നല്ല ഫലം കായ്ക്കുന്നവരായി തീരുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മിൽ നിന്ന് ഈ സ്നേഹമോ സന്തോഷമോ സമാധാനമോ ദീർഘക്ഷമയോ ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മിൽ നിന്ന് പുറത്തു വരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. വെട്ടിലെയും തീയിട്ട് കളയുക തന്നെ ചെയ്യും. എന്റെ കർത്താവ് ക്രൂശ് മരണത്തിൽ തന്ന രക്ഷയിൽ ഒരു ഫലവും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയത്തില്ല. ഇനി ഈ ബ്രാഞ്ച് ആകുന്ന ശിഖരങ്ങൾ ഞങ്ങളാണെങ്കിൽ അത് നല്ലത് വന്നില്ല എന്ന് ചെത്തുമെന്ന് പറഞ്ഞു, അല്ലാത്തത് വെട്ടിക്കളയുമെന്ന് പറഞ്ഞു. ഈ ചെത്തുന്ന ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നതോ നല്ല കറുത്ത കളറിൽ വിളഞ്ഞു വരുമ്പോ, ആദ്യം പച്ചയാണേലും വിളഞ്ഞു വരുമ്പോൾ നല്ല കറുത്ത കളറിൽ ഒരു കൊല ഗ്രേപ്സ് നിൽക്കുമ്പോൾ കാണുന്ന ഏവർക്കും വളരെ ആകർഷണമാണ്. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അത് ഫലം നിറഞ്ഞു നിൽക്കുന്ന മുന്തിരിവള്ളിയെ കാണാൻ ഭംഗിയാണ്. അതെല്ലാവരും അതിനെ നോക്കും. നാം ഏത് മനുഷ്യനും അത് കാണുന്നത് ഒരു ആകർഷണമാണ്. കഴിക്കാൻ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവർക്കും അത് കാണുവാൻ വളരെ ഭംഗി തന്നെയാണ്. ഒരു തണ്ടേ ഉണ്ടാവുകയുള്ളൂ. ആ തണ്ടിനെ ഞാൻ ക്രിസ്തുവിനോട് ഉപമിക്കുകയാണ്. ക്രിസ്തുവിൽ നമുക്ക് വളരുവാൻ കഴിയുമെങ്കിൽ ഷാരോനാകട്ടെ, IPC ആകട്ടെ, ഹെബ്രോനാകട്ടെ, ഹോളി ചർച്ച് ഓഫ് ഗോഡ്, ഏതൊക്കെ സംഘടനയാണ് നാം ആയിരുന്നാലും നാം കായ്ക്കുന്ന ഫലം ഈ 9 ഫലത്തിനകത്ത് ഉള്ള ഈ 9 ഫലങ്ങൾ നിറഞ്ഞവരാണ് നാം ഏവരുമെങ്കിൽ ക്രിസ്തുവിൽ എന്റെ കർത്താവാകുന്ന യേശുക്രിസ്തുവാകുന്ന മണവാളൻ വരുമ്പോൾ മണവാട്ടിയാകുന്ന ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നതിന്റെ കൂട്ടത്തിൽ ഇന്ന സംഘടനയെന്നോ ഇന്ന സംസ്കാരത്തിൽപ്പെട്ടവരെന്നോ ഇല്ല. ഈ ഫലം കാഴ്ച ക്രിസ്തുവിന് വേണ്ടി രക്ഷ പ്രാപിച്ച് നിലകൊള്ളുന്ന ദൈവജനമാണോ നാം ഏവരുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു തണ്ടിൽ മധ്യാകാശത്തിൽ വരുമ്പോൾ എന്റെ കർത്താവിന്റെ കാഹളം ധനിക്കുമ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും രൂപാന്തരപ്പെട്ട് ആ പൊത്തിനോട് ചേരുവാനായിട്ടിടയായിത്തീരും. ഒരു തണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഫലമാണ്. ഈ ലോകം കാണുമ്പോൾ അതിന്റെ കളർ കറുപ്പാണ്. നമ്മൾ സാക്ഷാൽ മുന്തിരിവള്ളിയെയും അതിന്റെ ഫലത്തെയും കുറിച്ച് നാം വ്യക്തമായി മനസ്സിലാക്കുകയാണ്. എത്രത്തോളം എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. നിങ്ങളിൽ എത്രത്തോളം ഉൾക്കൊള്ളുവാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഒരു വള്ളിയും അത് മുറിയപ്പെട്ടതും അതിന് ശിഖരങ്ങളും അതിന് ഫലം വരുന്നതും ഉൾപ്പെടെ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഈ ഫലം കറുപ്പാണെങ്കിലും തിരുവെഴുത്തിനകത്ത് കർത്താവിന് മഹത്വം നാം ഉത്തമഗീതം എന്നുള്ള പുസ്തകത്തിനകത്ത് ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ കറുത്തവളെങ്കിലും കേദാര് കൂടാരങ്ങളെ പോലെയും ശലോമോന്റെ തിരശീല പോലെയും ഞാൻ അഴകുള്ളവളാകുന്നു എന്ന് ഉത്തമഗീതത്തിൽ ഒരു വാക്യമുണ്ട്. ആ ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പം കറുപ്പാണ് ഈ ലോകം കാണുമ്പോൾ നമ്മൾ കറുപ്പാണ്. അതാണ് തിരുവെടുത്ത് പറയുന്നത് ആത്മപൂർണ്ണൻ ഭ്രാന്തൻ. മറ്റുള്ളവർക്ക് നാം ഭ്രാന്തുള്ളവരാണ്. ഇവർ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു. ഇവർ പെന്തക്കോസ്തുകാരാണ്. ഇവർക്ക് ഒരു ജ്ഞാനമില്ല, അറിവില്ല. ഇങ്ങനൊക്കെ ഈ ലോകത്തിൽ കാണുന്നതിന് അനുഭവിച്ച് ജീവിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇവരാരോ ക്രിസ്തു വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന മണ്ടന്മാർ, മൂടന്മാർ എന്ന് പറയുന്നത് ഈ കറുത്തവൾ എങ്കിലും നാം നിന്ന അനുഭവിക്കണം. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നാണ് ലേഖനം പറയപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആ നിന്നയെ നാം ചുമക്കുമ്പോൾ കർത്താവ് വരുമ്പോൾ ഈ പോഷന്മാർ എന്ന് തള്ളപ്പെട്ട നാം ക്രിസ്തുവിനോട് കൂടെ എടുക്കപ്പെടുവാനായിട്ടിടയായിത്തീരും. ഇങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് വളർന്നു വരുവാൻ ദൈവം എല്ലാവരെയും ഇടവരുത്തട്ടെ. ഇതിനനുസരിച്ച് നമുക്ക് വളരുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ഫലങ്ങൾ നമ്മിലുള്ളവരായിരിക്കണം. ഇനി ഇതുപോലുള്ള ഫലങ്ങൾ നിറഞ്ഞു നിന്നതായ ഒരു വ്യക്തിയെ കൂടെ ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പുസ്തകത്തിനകത്ത് 29
അധ്യായത്തിലാണ് അവിടെ കാണുക, യോസേഫ് ഫലപ്രദമായ വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. യോസേഫ് ഫലം നിറഞ്ഞു നിൽക്കുന്നു. മുന്തിരിവള്ളിയല്ല, ഞാൻ ഫലത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഫലം പ്രാപിച്ച ചിലരെ കുറിച്ച് പറയുവാനാണ് ഈ വചനം എടുത്തത്. യോസേഫ് ഫലപ്രദമായ വൃക്ഷം. ആ വൃക്ഷത്തിനൊരു പ്രത്യേകതയാണ്, ഫലം നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷമാണ്. കാരണം നമുക്കൊന്ന് നോക്കാമോ, നാം വായിച്ച ഫലം ഏതൊക്കെയാ? സ്നേഹം, സന്തോഷം. സ്നേഹമുണ്ടോ യോസേഫിന്? നമുക്കൊന്ന് ശോധന ചെയ്ത് നോക്കാമോ? ഈ സ്നേഹം എളിയൊരു സ്വപ്നം കണ്ടു എന്ന് പറയപ്പെടുമ്പോൾ സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞ് നിന്ദിച്ച മറ്റ് സഹോദര വർഗങ്ങളുടെ ഇടയിൽ അവനെ വിറ്റുകളഞ്ഞു, അവനെ പൊട്ടക്കിണച്ചു വിട്ടു. ഇങ്ങനെ നിന്ദിച്ച് കച്ചവടക്കാർക്ക് അവൻ വെള്ളിക്കാശ് വാങ്ങിയിട്ട് ഇവനെ കൊടുത്തു. ഇതെല്ലാം ചെയ്തത് യോസേഫ് പിന്നത്തേതിൽ അറിഞ്ഞിട്ടും അവൻ ഇവർക്ക് സഹോദരങ്ങൾക്ക് വന്ന ക്ഷാമം സമയത്ത് അവനെ ക്ഷേമത്തോടുകൂടെ പോഷിപ്പിക്കാൻ യോസേഫിന് മനസ്സായി. സഹോദരങ്ങൾക്കുണ്ടായ ആ കഷ്ടതയുടെ നടുവിൽ ഇവന്റെ അടുക്കലേക്ക് മടങ്ങി വരുമ്പോൾ ഇവൻ ചേർത്തണച്ചു. അവൻ അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുത്തു. ആ വാത്സല്യത്തോടെ ആലിംഗനം ചെയ്തു. ഇതൊക്കെ ചെയ്തത് അവന് സ്നേഹമുള്ളതുമില്ല. അവന് സന്തോഷം ഇവരെ കാണുമ്പോൾ അവനുണ്ടായി. എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞ് അവന് സന്തോഷിക്കാനിടയായി. സമാധാനം അവനുണ്ടായിരുന്നു. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നത് തിരുവെഴുത്ത് പോലെ അവനൊരു ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കത്തക്കവണ്ണം അവൻ ഈ സഹോദരങ്ങളുടെ ഇടയിൽ ഭിന്നത കാണിക്കാതെ ഇതെല്ലാം ചെയ്തിട്ടും തമ്മിൽ പിന്നെ ചേർത്ത് പിടിച്ച് അവരോട് സമാധാനമായിരിക്കാൻ യോസേഫ് ഇടയായിത്തീർന്നു. സ്നേഹം, സന്തോഷ, സമാധാനം, ദീർഘക്ഷമ. ഇത്രയും വർഷങ്ങൾ അടിമയായി കൊടുത്തിട്ട് അവർ ദീർഘമായി ക്ഷമിപ്പാനിടയായി. ദയ, അവരുടെ ദാരിദ്ര്യത്തിൽ അവരോട് കാശ് വാങ്ങാതെ അവർക്ക് ആഹാരം കൊടുത്ത് ദയവ് കാണിച്ചു. വിശ്വസ്തത, അപ്പനാണ്, സഹോദരങ്ങളാണ്, എന്നെ എന്റെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ വിശ്വസ്തത. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് വരുന്നു എന്നൊക്കെ വചനത്തിനകത്ത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അവൻ വിശ്വസ്തനായിരുന്നു. അവന്റെ മേലധികാരിയുടെ മുമ്പിൽ വിശ്വസ്തനായിരുന്നു. വിശ്വസ്തനായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ആയിരുന്നിട്ടും അവൻ ശിക്ഷ അനുഭവിച്ചു. എന്നിട്ടും അവൻ അവനെ ക്ഷമിച്ചു. വിശ്വസ്തത, അത് സൗമ്യത, ഇതെല്ലാം അനുഭവിച്ചിട്ടും അവൻ അവരോട് തിരിച്ചൊന്നും പ്രതിവാദം പറയാതെ സൗമ്യതയോടെ ഇരുന്നത് കൊണ്ട് വീണ്ടും തിരിച്ച് രാജസ്ഥാനത്ത് അവന് കീഴ്പ്പെട്ട് അവൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ മടങ്ങി വരുവാനിടയായി തീർന്നു. ഇന്ദ്രിയ ജയം. ഈ ഇന്ദ്രിയം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ 5 ഉണ്ടല്ലോ, നാക്ക്, തൊക്ക്, മൂക്ക്, ഇങ്ങനെ പറയുന്ന 5 ഇന്ദ്രിയങ്ങൾ അവൻ കാത്തു സൂക്ഷിച്ച് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നു. അതുകൊണ്ടാണ് അവന്റെ പോത്തിഫോറിന്റെ ഭാര്യയുടെ മുമ്പിലും അവൻ അവന്റെ കണ്ണുകളെ, പഞ്ചേന്ദ്രിയങ്ങളെ സൂക്ഷിച്ചത്. ഇതിൽ നമുക്ക് വ്യക്തമാണ് ഈ ആത്മാവിന്റെ ഫലമെല്ലാം യോസേഫിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 49 അതിൽ 22 വാക്യത്തിൽ യോസേഫ് ഫലപ്രദമായ വൃക്ഷം, അവൻ ഫലം നിറഞ്ഞു. ഇതുപോലെ ഫലം നിറഞ്ഞു നിൽക്കുന്നവരായിരിക്കണം നാം എല്ലാവരും. നാം ഫലവത്തായ വൃക്ഷമായിരിക്കണം. ഈ 9 തരം ഫലങ്ങൾ ഒരു ക്രിസ്തു എന്ന നെട്ടിൽ നിന്നുള്ളതായി നമുക്ക് വരുമെങ്കിൽ കർത്താവ് അധികം സന്തോഷിക്കാനിടയായിത്തീരും. എന്നാൽ ക്രിസ്തുവിൽ ഇത് ഫലങ്ങൾ എപ്പോൾ ഫലം കായ്ക്കണം എന്ന് ചോദിച്ചാൽ സങ്കീർത്തനത്തിൽ 1-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലിരിക്കും. നാം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ഈ ലോകത്തിൽ ചില ക്ഷാമങ്ങളും വേദനകളും കഷ്ടതകളും ഉണ്ടെങ്കിലും ആ ഇലയാകുന്ന ആ അനുഭവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ വാടിച്ചു കാണിക്കാതെ നാം നിറച്ച് ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. തക്ക സമയത്ത് ജാതികളുടെ മുമ്പിലാണ് നാം ജീവിക്കുന്നത്, അവരുടെ മുമ്പിൽ തക്ക സമയത്ത് ഫലമുള്ളവരായി തീരണം.
നമ്മുടെ ഏതാ തക്ക സമയമെന്ന് ചോദിച്ചാൽ കർത്താവ് മറ്റൊരു ഉപമ പറയുന്നുണ്ട്. അത്തിയുടെ അടുക്കൽ യേശു കർത്താവിന് വിശന്നപ്പോൾ കടന്നു വന്നു. അത്തിയെ നോക്കി, അതിനകത്ത് നോക്കിയപ്പോൾ ഒരു ഫലവും ഇല്ലായിരുന്നു. വിശന്നപ്പോഴാ നോക്കിയത്. അത് ഇല മാത്രമേ ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഇലയെല്ലാം പുഷ്ടിപ്പെടുത്തി നാം എല്ലാം ഉണ്ടെന്ന് കാണിച്ചു നിൽക്കുന്നവരായിട്ടല്ല നമ്മിൽ എന്തെങ്കിലും ക്രിസ്തു വന്ന് നോക്കുമ്പോൾ ഉണ്ടാകണം. എന്നാൽ ആ ഭാഗത്ത് തന്നെ പറയുന്നു, അപ്പോൾ അത്തിഫലത്തിന്റെ സീസൺ അല്ലായിരുന്നു, കാലമല്ലായിരുന്നു. നമുക്ക് പറയാൻ കർത്താവ് എന്റെ കഷ്ടതയുടെ സമയമാണത്, എനിക്കിപ്പോൾ അത് സീസൺ അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് ശപിച്ചാൽ ശപിച്ചതാ. അപ്പോൾ തക്ക സമയത്ത് നാം ഫലം കായ്ക്കുന്നവരായിരുന്നു. ഈ തക്ക സമയം എന്ന് പറയുന്നത് എപ്പോഴാ? നമ്മുടെ വേദനയുടെ നടുവിലിരിക്കുമ്പോൾ ഒരാൾ വന്നൊരു കാര്യം പറയുമ്പോൾ നാം കോപിച്ച് ചാടാറുണ്ട്. കാരണം നമ്മുടെ ഉള്ളിനകത്ത് നാം കെട്ടിക്കിടക്കുന്ന വേദനയോടുകൂടി ഇരിക്കുന്നതെന്നിരിക്കട്ടെ, ആ സമയത്ത് ഒരാൾ വന്ന് മറ്റൊരു കാര്യം അപേക്ഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യം പരിഹരിക്കാൻ കഴിയാതിരിക്കെ അത് പറയുമ്പോൾ സഹിക്കാൻ കഴിയാതെ എടുത്തു ചാടുന്നുവെങ്കിൽ നാം പറയും, കർത്താവ് എന്റെ അവസ്ഥ ഏതായിരുന്നു, ഇതാണ് അത്തിയുടെ പഴത്തിന്റെ കാലമല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പൊ എന്റെ സാഹചര്യം അതായിപ്പോയി. ഈ സാഹചര്യം പറഞ്ഞതുകൊണ്ട് ആ പഴത്തിന്റെ കാലമല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യവുമില്ല. സദാസമയം തക്ക സമയത്ത് ശത്രു നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവരോട് ഇടപെടേണ്ട രീതി നാം മനസ്സിലാക്കി പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കതയുമുള്ളവരായി നാം ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ തക്ക സമയത്ത് നമുക്ക് ഫലം കായ്പാൻ കഴിയും. ഓരോ നിമിഷവും ഓരോ പടിപടിയാൽ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഈ ഫലങ്ങളിൽ നാം നിറഞ്ഞു വരുവാൻ ഇടയായിത്തീരണം. ഇതാണ് നമ്മുടെ ഈ മുന്തിരി വള്ളിയിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇതൊക്കെയും ചെയ്താൽ കർത്താവിന് മഹത്വം. തിരുവെഴുത്തിനകത്ത് ഈ ഫലം കായ്ച്ചതായൊരു യോസേഫിനെ കുറിച്ച് നാം കേട്ടു. ഈ ഫലം നിറച്ചു കാഴ്ച യോസേഫിന് എന്ത് കിട്ടിയെന്ന് നോക്കാം. അതിന്റെ 48 ഉൽപ്പത്തി പുസ്തകം 48 22 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, എന്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞ് നിനക്ക് തന്നിരിക്കുന്നു. ഇത് പറയുന്നത് യാക്കോബാണ്. യാക്കോബ് ആദ്യഘട്ടങ്ങളിലേക്ക് ആ ക്ഷാമം വന്ന് യോസേഫിന്റെ അടുക്കലേക്ക് സഹോദരങ്ങളും അപ്പനുമായി കടന്നു പോകുന്നതിന് മുമ്പ് യോസേഫ് മരിച്ചു എന്നറിഞ്ഞ് അപ്പൻ മക്കൾക്കെല്ലാം കൊടുത്തപ്പോൾ യോസേഫിന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ലായിരുന്നു. നമുക്ക് തോന്നുന്നു നമുക്കുള്ള അവകാശം ഒന്നും ഇനി ലഭിക്കത്തില്ല, എല്ലാം കൊടുത്തു കഴിഞ്ഞു. പക്ഷെ നാം ദൈവസന്നിധിയിൽ ഫലം കായ്ക്കുന്നവരാണോ, അവൻ നമ്മുടെ അവകാശത്തെ നിക്ഷേപിക്കത്തില്ല. അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും ഓഹരി യഹോവയാകുന്നു എന്ന് തിരുവെഴുത്തുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ അവകാശം ഒരിടത്തും നിക്ഷേപിക്കപ്പെട്ടു പോകത്തില്ല എന്ന് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്റെ കർത്താവിന് മഹത്വം. ഈ ഫലം കായ്ച്ച യാക്കോബിന് ഭാഗം ഇങ്ങനെയാ പറയപ്പെടുന്നത്, അവൻ യാക്കോബ് എന്റെ വാളും, അതായത് യാക്കോബിന്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞ് നിനക്ക് തരും. കുറച്ച് നാളുകൾ കടന്നു വച്ചിട്ടുണ്ടാവാം, പക്ഷെ അവർക്ക് കൊടുത്തതിൽ അധികം നമുക്ക് കിട്ടുവാനായിട്ടിടയായിട്ടും ഈ ലോകത്തിൽ നമുക്ക് കിട്ടും. കർത്താവിന് മഹത്വം. നമുക്ക് ഇവിടെ നിന്ദിക്കപ്പെട്ട പരിഹസിക്കപ്പെട്ട പല വിഷയങ്ങളുടെ നടുവിലും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ലോകത്തിൽ വെച്ചുണ്ട് അപ്പൻ തരും. എന്നാൽ നമുക്കൊരു നിശ്ചിത വെച്ചിട്ടുണ്ട്, അവിടെയും ചെന്നത് ഇതിന്റെ ഫലം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ യോസേഫ് ഇത്രയും കാലം ഫലം പുറപ്പെടുവിച്ചിട്ട് അവനൊന്നും കിട്ടാതെ പോയിട്ടില്ല. അവൻ ഫലപ്രദമായ വൃക്ഷമായതുകൊണ്ട് അവന്റെ അവകാശം അവന് തന്നെ കിട്ടുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നാം ഫലമുള്ളവരാണ് എങ്കിൽ, തക്ക സമയത്ത് ഫലം കായ്ക്കുന്നവരാണ് എങ്കിൽ, സീസൺ അനുസരിച്ചിട്ടല്ല, നാം തക്ക സമയത്ത് ഫലം കായ്ക്കുന്നവരാണ് എങ്കിൽ നമുക്കുള്ള ഓഹരി കർത്താവ് സ്വർഗ്ഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ലോകത്തിൽ വെച്ചും അത് തരുവാനായിട്ടിടയായിത്തീരും. ഈ മുന്തിരിവള്ളിയുടെ ഉപമയിൽ നിന്ന് എനിക്ക് ഇവിടെ പറയുവാനുള്ളത് ഇത്രയുമാണ്. ഇതെന്റെ ജീവിതത്തിൽ വളരെ ഫലവത്തായി തീർന്നത് ഉപമയാണ്. കർത്താവ് ഉപമയിൽ കൂടി പറഞ്ഞു. പക്ഷെ അതിന്റെ മർമ്മങ്ങളെ വിവേചിച്ച് നാം പഠിക്കപ്പെടുമ്പോൾ കർത്താവിന് നമുക്ക് പ്രിയ ദൈവമക്കളെ ഈ വചനത്തിന്റെ ആദ്യ ആരംഭത്തിൽ പറയുന്നത് എത്രയോ സ്പഷ്ടം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. ആ സാക്ഷാൽ എന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ ഉറപ്പായും മുന്തിരിവള്ളിയാണ്.
നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാമോ? ആ കൃഷിയുടെ അനുഭവം ഞാൻ പറഞ്ഞില്ലേ, വേലിയ ഹോവ കെട്ടി നട്ടു, അത് വളർന്ന് മുകളിലോട്ട് പോകുവാൻ യോസേഫ് ആവശ്യമായിരുന്നു. പന്തലിൽ 3 ശിഖരങ്ങൾ കടന്നു പോകുവാൻ പന്തൽ യഹോവ കെട്ടിക്കൊടുത്തു. ആ പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കെ മുറിയപ്പെട്ടത് നമ്മൾ ഓരോരുത്തരും ജനിക്കപ്പെടുവാനായിരുന്നില്ലേ? നാം ജനിച്ചതിന് ശേഷമോ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ചെത്തി വെടിപ്പാക്കിയില്ലേ? അവിടെ വന്ന കായ്ഫലങ്ങൾ ഇനിയും അധികം ഫലമായിരിക്കണം. ഈ ഫലം ക്രിസ്തുവിന് പ്രസാദമുള്ളത് തോട്ടക്കാരൻ വരുമ്പോൾ ഫലം നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിനകത്ത് ആ ഫലം പറിച്ച് ഭക്ഷിക്കും. മുമ്പേ പോകുന്ന മൃഗന്മാർ ഭാഗ്യമുള്ളവർ.